എല്ലാവർക്കും നമസ്കാരം. ഈ 2 അവോക്കാഡോ വെച്ചിട്ട് ചപ്പാത്തിക്ക് ഒരു സ്പ്രെഡ് എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കാം. അവോക്കാഡോ കട്ട് ചെയ്യുക. നല്ലോണം പഴുത്തിട്ടുണ്ട് അവോക്കാഡോ. കട്ട് ചെയ്ത അവോക്കാഡോന്ന് കുരു എടുത്ത് മാറ്റുക. ഇതിൽ നിന്ന് ഇങ്ങനെ അടർത്തിയെടുക്കുക. ഒരു ബൗളിലേക്ക് മാറ്റാം. നന്നായിട്ട് ഉടച്ചു കൊടുക്കുക അവോക്കാഡോ. ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തു. ഒരു 4 വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കാം. അതും ഗ്രേറ്റ് ചെയ്യട്ടോ. നന്നായി ഉടച്ചെടുത്തു. അതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ഒരു പച്ചമുളകും ചേർത്ത് കൊടുക്കുക. ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കുരുമുളക്, കുറച്ച് തേനും ചേർത്ത് കൊടുക്കുക. അവോക്കാഡോ സാധാരണ നല്ല വിലയാണ്, പക്ഷേ ഇത് കിലോന് 100 ഉറുപ്പ്യക്ക് കിട്ടി. അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പൊടിയായി അരിഞ്ഞ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. കുറച്ച് ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് മതി കേട്ടോ, ഒരു പുളിപ്പിന് വേണ്ടിയിട്ട്. അങ്ങനെ സ്പ്രെഡ് റെഡിയായി. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങാം. സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന മാതിരി ചപ്പാത്തി പരത്തിയെടുക്കുക. കുറച്ച് നെയ്യ് പരട്ടി കൊടുക്കുക ചപ്പാത്തിയിൽ. ചപ്പാത്തിയൊക്കെ റെഡിയായി. നമുക്കിനി ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഒരു സൈഡിലായിട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഫില്ലിങ്ങൊക്കെ വെച്ച് കൊടുത്തു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. അടുത്തതായി ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇത് വയ്ക്കുക, സ്പ്രെഡ് വയ്ക്കുക. അവോക്കാഡോ സ്പ്രെഡ് വെച്ചിട്ടുള്ള ചപ്പാത്തി റെഡിയായി. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിലെടുത്ത് കഴിക്കുകയും ചെയ്യുക കേട്ടോ. ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ലാഭത്തിലൊക്കെ കിട്ടുമ്പോൾ, അവോക്കാഡോ കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റിയാണ്. ഇനി ഇത് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കണമെങ്കിൽ നമുക്കിങ്ങനെ നടുക്ക് വെച്ചിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് കുട്ടികളുടെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കണമെങ്കിൽ നടുക്കിൽ കുറച്ച് അവോക്കാഡോ സ്പ്രെഡ് വെച്ച് കൊടുക്കും. ഇങ്ങനെ ഫോൾഡ് ചെയ്യും, മുകളിലേക്കും ഫോൾഡ് ചെയ്യുക. ഒരു പോക്കറ്റ് മാതിരി ആക്കിയതിന് ശേഷം നടുക്കിൽ ഒരു ടൂത്ത് പിക്ക് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ പോക്കറ്റ് മാതിരി റെഡിയായി. എല്ലാവരും ഇങ്ങനെയും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.